മാതൃഭൂമി ന്യൂസും റോസ് ബ്രാൻഡ് കൈമയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരള ബിരിയാണി ക്യൂൻ കാസർഗോഡ് ജില്ലാതല മത്സരത്തിന് അങ്ങനെ തുടക്കമായിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ജില്ലയിൽ ഉടനീളം നിന്നുള്ള വീട്ടമ്മമാരാണ് പങ്കെടുക്കുന്നത്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള മത്സരത്തിനൊടുവിൽ വമ്പൻ സമ്മാനങ്ങളാണ് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത്. CK വിജയനും ഹരീഷ് ഹരിദാസും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം CKയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് നോക്കി അവൻ ഈ കശുവണ്ടിയും ഈ മുന്തിരി ഇതൊക്കെ തിന്ന് അവൻ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക. വിജയേട്ടാ വേറൊരു വൈബ്, കാരണം ഈ മണം ഇതിപ്പോ കാഞ്ഞങ്ങാട് വ്യാപാരമാണല്ലേ, വ്യാപാരം ഈ മണം ഇപ്പൊ അങ്ങ് എത്തിയെന്ന് വെച്ചാൽ അങ്ങ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. അവിടെ മാധുവിന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം മാധു സംഗതി വേറെ വൈബാണ്, കാരണം ഒരേ സ്മെൽ, അതായത് ഒരേ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 30 പേരാണ് മത്സരിക്കുന്നത്. 30 പേര് മത്സരിക്കുന്നു. എത്ര പേര് ടോട്ടൽ? ശരിക്കും 800 പേരുണ്ടെന്നാണ് നേരത്തെ ഷാനിത്ത് പറഞ്ഞിരിക്കുന്നത്. 800 പേര്. ആ 800 പേര് കാസർഗോഡ് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളും സെലക്ട് ചെയ്തു. ആ 30 പേര് ജയിക്കുന്ന 1, 2, 3 സ്ഥാനാർത്ഥികൾ 25,000, 15,000. ആ 2 പേര് സ്റ്റേറ്റ് പേര് മത്സരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ 30 പേരും പ്രസന്റ് ആണ്. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ ആൾക്കാർ അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടു കൂടി ഒരു ആത്മസമർപ്പണം എന്ന് തന്നെ പറയാം. അത്രമാത്രം. നമ്മളെ ഷെഫിന്റെ പുതിയ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? വിജയേട്ടന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? അപ്പോൾ നമ്മൾ നല്ല ഗംഭീര കോസ്റ്റ്യൂമായിട്ട് ഞാൻ പിന്നെ രാവിലെ ചായ കുടിച്ചിട്ടില്ല. ചായ കുടിച്ചാ രാവിലെ? ഇല്ല, ഇതിന്റെ മണം തന്നെ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലെ വയറായിട്ട് വന്നേ, കാല് വരെ വന്നേക്കാണ്. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് അടിക്കുവോ? നോക്കാം. ഉറപ്പില്ലേ? അടിക്കാം. ഫസ്റ്റ് അടിക്കാനോ? അടിക്കും. ഉറപ്പാണ്? അടിക്കുന്നോ? എന്നാല് ബെറ്റ് അടിക്കുന്നോ? ഇല്ല. ഉണ്ട്? ഇല്ല. അപ്പം മസാല റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ റൈസ് റെഡി ആവുന്നു. അത് കഴിഞ്ഞ് നേരെ ദമ്മടിക്കും. പിന്നെ ആ ദമ്മങ്ങ് പൊട്ടിക്കും. ആ ദമ്മങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞാൽ മാധു പറഞ്ഞ പോലെ മണം തിരുവനന്തപുരം കടന്ന് അങ്ങോട്ട് പോകും. കന്യാകുമാരി എത്തൂര്. പക്ഷേ അല്ലേ ഫസ്റ്റ് ഇവന്റ് റൈസ് എങ്ങനെയുണ്ട്? റോസ് റൈസ് മാതൃഭൂമിയും അതുപോലെ റോസ് ബ്രാൻഡും ചേർന്നാണ് ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്നത്. നിലവിൽ ഇപ്പൊ ഫസ്റ്റ് ആണ് ഇവന്റ് കസ്റ്റ് ചെയ്യേണ്ടി കാസർഗോഡ്. ഇതിന്റെ അവസാന ഘട്ടത്തിൽ ഇപ്പൊ ദമ്മിടാൻ ഭാഗത്ത് എല്ലാം റെഡിയാക്കി. പോസിറ്റീവായി ചിന്തിക്കാം. എത്ര സമയം എടുക്കും ഇതിന്? രാവിലെ 10 മണിയോട് കൂടി തന്നെയാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഇവരായിരിക്കും 24-ാം നമ്പറാണ് മിക്കവാറും ഫിനിഷ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. ഇത് കഴിഞ്ഞ് 1 മണിയോട് കൂടി തന്നെ പരിപാടി അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങൾ കഴിക്കുക. അപ്പം ആര് കപ്പടിച്ചില്ലെങ്കിലും നമ്മൾ കുശലാക്കും. അപ്പൊ കേരളം മുഴുവൻ നടന്നു നിന്നോണല്ലോ. നടന്നു തന്നെയാണ് ജീവിക്കണ്ടേ, വിശപ്പുണ്ടാവും. അപ്പൊ ഇന്നിപ്പോ നിലവിൽ ഇപ്പൊ കാസർഗോഡ് ജില്ല, നാളെ ഹരീഷ് പൊട്ടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കല്ലേ തിരികെ എത്താൻ തോന്നുന്നു. എന്തായാലും വല്ലാത്തൊരു വൈറൽ പീടികയുമായി കേരളം മുഴുവൻ നടന്ന് എവിടെയൊക്കെ നല്ല ഫുഡ് കിട്ടും അവിടെയൊക്കെ പോയി കഴിക്കുന്നവനെ കുറെ ബിരിയാണിയുടെ നടുക്കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഷെഫിന്റെ ഒരു ലുക്കാ വിജയേട്ടന്. വിജയേട്ട കുറച്ച് സമയം കൂടി ഉണ്ട്, തുടരാം. ആയിക്കോട്ടെ. ഇതിലിപ്പോ ഏതാണ്ട് ഇപ്പൊ നമുക്ക് കാണാം. ഇതിന്റെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ ദമ്മിടാൻ പാകത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ നിങ്ങൾ ഈ ഇതിന്റെ മസാല ഉള്ളിയെല്ലാം വെച്ചെടുക്കും, പിന്നെ തക്കാളി ഇടും, പിന്നെ എനിക്ക് തോന്നുന്നു ഇനി ആ രഹസ്യം പറയുന്നൊരു കുഴപ്പമുണ്ടാവില്ല. കുരുമുളക്, പിന്നെ ചിക്കൻ മസാല കുറച്ച്, പിന്നെ പൗഡർ, മസാല പൗഡർ. പ്രജീഷ്, ഞാനിത് വിചാരിച്ചത് ഈ ബിരിയാണി മത്സരം എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ എങ്ങനെയാണ് ഈ മത്സരിക്കുന്നത്? പിന്നീടാണ് മനസ്സിലായത് ഇതിന്റെ മസാലയിലാണ് ഇതിന്റെ സസ്പെൻസ് മുഴുവൻ കിടക്കുന്നത്. അതിനകത്ത് വിഭവങ്ങൾ ചിലപ്പോൾ ആഡ് ചെയ്യും, ചിലപ്പോൾ അതിന് അങ്ങനെ സ്പൈസി ദം ബിരിയാണി അത് എത്താം. ഹരീഷ്, CK വിജയൻ.